കോൺഗ്രസ് ക്യാമ്പ് വയനാട്ടിൽ നടക്കുന്നു. KPCC നേതാക്കളെല്ലാവരും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ നേതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓൺലൈനിലൂടെ ക്യാമ്പിൽ സംസാരിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിട്ടില്ല. ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കോൺഗ്രസ് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സംഘടനയെ ഒരുക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള പ്രവർത്തന പരിപാടി എന്തായിരിക്കണം എന്ന് ആലോചിക്കാനും തീരുമാനിക്കാനുമാണ് ക്യാമ്പ് നടത്തിയത്. അതിലൊരു സുപ്രധാനമായ തീരുമാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ആ വാർത്ത പുറത്തു കൊടുത്തിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് കഠിനാധ്വാനത്തിന് കോൺഗ്രസ്. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. ചുമതലകൾ നേതാക്കൾക്ക് വീതിച്ച് നൽകി. വാർത്ത ഇങ്ങനെയാണ്: തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമിട്ട് വൻ പദ്ധതികളുമായി കോൺഗ്രസ്. സംസ്ഥാനത്തെ 14 ജില്ലകളുടെയും ചുമതല 14 നേതാക്കൾക്ക് വീതിച്ച് നൽകി. മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്കടക്കം നൽകി. 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് സംസ്ഥാനത്തെ 3 മേഖലയാക്കി തിരിച്ച് ചുമതലകൾ നൽകി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. വയനാട്ടിലാണ് പ്രത്യേക ക്യാമ്പ് നടത്തിയത്. മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ചുമതല ഇങ്ങനെയാണ്: കണ്ണൂർ K. സുധാകരൻ, KPCC പ്രസിഡന്റ്. K. സുധാകരൻ്റെ നാട്ടിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം കണ്ണൂരിൻ്റെ MP ആണ്. KPCC പ്രസിഡന്റിനെ കണ്ണൂരിലേക്ക് വീണ്ടും ഒതുക്കുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ആണ് അത് സംബന്ധിച്ച് മറുപടി പറയുകയും ചെയ്യേണ്ടത്. കോഴിക്കോട് രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം. കോഴിക്കോട് രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല നൽകാമായിരുന്നു. കാരണം മുതിർന്ന നേതാവാണ്. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് ഓടിച്ചിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ചുമതല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയ്ക്ക്. തൃശൂർ റോജി M. ജോൺ. കൊച്ചി VD സതീശൻ. എറണാകുളം ജില്ലക്കാരനായ VD സതീശന് കൊച്ചി നഗരസഭയുടെ ചുമതല നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട് ചുമതല VD സതീശന്. K. സുധാകരന് സ്വന്തം നാട്ടിൽ തന്നെ ചുമതല നൽകിയിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തലയെ കോഴിക്കോടേക്ക് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ആർക്കാണ് ചുമതല? PC വിഷ്ണുനാഥിന്. PC വിഷ്ണുനാഥിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷൻ ചുമതല ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് നൽകിയിരിക്കുന്നത്, KPCC നൽകിയിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരായ T. സിദ്ദിഖിന് വടക്കൻ മേഖലയുടെയും TN പ്രതാപന് മധ്യമേഖലയുടെയും കൊടിക്കുന്നിൽ സുരേഷിന് ദക്ഷിണ മേഖലയുടെയും ചുമതല നൽകി. ഒരു തെറ്റുമില്ല. T. സിദ്ദിഖ് വയനാടാണ്. വടക്കൻ മേഖലയുടെ ചുമതല അദ്ദേഹത്തിന് നൽകാവുന്നതാണ്. എന്ന് വെച്ചാൽ വടക്കൻ മേഖലയുടെ മൊത്തത്തിലുള്ള ചുമതലയാണ്. ആ മേഖലയ്ക്ക് കീഴിലാണ് കോർപ്പറേഷൻ വരുന്നത്. വടക്കൻ മേഖലയുടെ ചുമതല T. സിദ്ദിഖിന്. ആ ചുമതലയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്ന കോർപ്പറേഷൻ്റെ ചുമതല ആർക്കൊക്കെ? 1 കണ്ണൂർ K. സുധാകരന്, 2 കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്ക്. ജൂനിയറായ നേതാക്കളെ തലയ്ക്ക് മുകളിൽ നിർത്തി സീനിയറായ നേതാക്കളെ താഴെ ഇറക്കിയിരിക്കുന്നു കോൺഗ്രസ് എന്നർത്ഥം. അതിനുശേഷം മധ്യമേഖല ചുമതല നൽകിയിരിക്കുന്നത് TN പ്രതാപനാണ്. മധ്യമേഖലയ്ക്ക് കീഴിൽ വരുന്നതാണ് 2 കോർപ്പറേഷൻ. അത് തൃശ്ശൂരും അതേപോലെ തന്നെ കൊച്ചിയും. തൃശ്ശൂരിൽ റോജി M. ജോണിനാണ്, താരതമ്യേന ജൂനിയറായ നേതാവിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. അവിടെ കാര്യമായി ഇടപെടാൻ ഇതിലൂടെ തന്നെ TN പ്രതാപന് കഴിയും. അതുമാത്രമല്ല, തൊട്ടടുത്ത കോർപ്പറേഷൻ കൊച്ചി, അവിടെ നൽകിയിരിക്കുന്നത് VD സതീശനാണ്. VD സതീശനും കാര്യമായി ഇടപെടാൻ കഴിയും. തൃശ്ശൂരിലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും എന്നർത്ഥം. 14 നേതാക്കൾക്കും 14 ജില്ലകളുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. വടക്കൻ മേഖലയുടെ ചുമതല കൊടിക്കുന്നിൽ സുരേഷിനാണ്. തെറ്റില്ല, കൊടിക്കുന്നിൽ സുരേഷ് മുതിർന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിനാണ് വടക്കൻ മേഖലയുടെ ചുമതല നൽകിയിരിക്കുന്നത്. 14 ജില്ലകൾക്കും 14 നേതാക്കളുടെ ചുമതല നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ ഇലക്ഷൻ ചുമതല ഈ 14 നേതാക്കൾ വഹിക്കേണ്ടതുണ്ട്. ഇതാണ് പുറത്തു വന്ന പ്രധാനപ്പെട്ട തീരുമാനം. അതോടൊപ്പം തന്നെ ജയിക്കണമെങ്കിൽ കഠിന പ്രയത്നം ചെയ്യണം, എങ്കിലേ ജയിച്ചു വരാൻ കഴിയൂ എന്ന് കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഈസിയായി ജയിച്ചു വന്നിട്ടുണ്ട് കോൺഗ്രസ്. അതുപോലെ ജയിച്ചു വരാൻ കഴിയില്ല
എന്ന് കോൺഗ്രസ് തന്നെ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയം, അതല്ല നിയമസഭയിലെ രാഷ്ട്രീയം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. അത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പിച്ച വിജയം അതൊരു ആയുധമാക്കി മാറ്റാനും ആ തെരഞ്ഞെടുപ്പ് വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ നിയമസഭയിലും ഉണ്ടാകുമെന്ന് വീമ്പ് പറയാനുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ക്യാമ്പിൽ അവർ അതിന് തയ്യാറായിട്ടില്ല. അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിച്ചു എന്ന് അവർക്ക് തന്നെ അറിയില്ല, അവർക്ക് തന്നെ മനസ്സിലാക്കുന്നില്ല. കെ സുധാകരൻ KPCC പ്രസിഡന്റ് കണ്ണൂരിൽ തോൽക്കുമെന്ന് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്, തോൽക്കാനാണ് സാധ്യത എന്ന്. അദ്ദേഹം മണ്ഡലത്തിലുണ്ടായിട്ടില്ല, പ്രചാരണ രംഗത്തുണ്ടായിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് ജയിക്കുന്നുണ്ടെങ്കിൽ ഒരു 50,000 വോട്ടിനൊക്കെ ജയിച്ചേക്കാം എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും ഇരട്ടിയായിരുന്നു എന്നോർക്കണം. എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അവിടെ ശക്തമാകണം എന്ന ചിന്ത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? ഉണ്ടാകാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഠിന പ്രയത്നം ചെയ്യണം എന്ന് കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഓടിച്ചിരിക്കുന്നു. ബാക്കി എല്ലാ നേതാക്കൾക്കും, പ്രധാനപ്പെട്ട നേതാക്കൾക്കും അവരുടെ ജില്ലയിൽ, അവരുടെ നാട്ടിൽ ചുമതല നൽകുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കോഴിക്കോടിന് ചുമതലയാണ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരം ചുമതല നൽകിക്കൂടാ? അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആലപ്പുഴയിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നതെങ്കിലും, ആലപ്പുഴയാണ് അദ്ദേഹം സ്വന്തം നാട് എങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പ്രവർത്തനം മാറ്റിയിട്ട് വർഷങ്ങളായി. ആലപ്പുഴയെ എങ്ങനെയാണോ രമേശ് ചെന്നിത്തലയ്ക്ക്, അതേപോലെ തന്നെ തിരുവനന്തപുരം രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാം അറിയാം, രാഷ്ട്രീയം അറിയാം, ജനങ്ങളുടെ മനസ്സറിയാം. പക്ഷേ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിർത്തിയില്ല. തിരുവനന്തപുരത്ത് നിർത്തിയാൽ അദ്ദേഹം സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടും. കാരണം മാധ്യമങ്ങളെ കാണാൻ കഴിയും, മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയും, അത് വലിയ വാർത്തയായി മാറുകയും ചെയ്യും. അങ്ങനെ വന്നാൽ കെ സുധാകരനും VD സതീശനും അങ്ങ് മങ്ങിപ്പോകുമോ? കെ സുധാകരനെ കണ്ണൂരിലേക്കാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. KPCC പ്രസിഡന്റാണ് എന്നോർക്കണം. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റായ കെ സുധാകരൻ KPCC ഓഫീസ് കേന്ദ്രീകരിച്ചാണോ പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിന് തിരുവനന്തപുരം ചുമതല നൽകാമായിരുന്നല്ലോ. അതുപോലും നൽകിയില്ല. അദ്ദേഹത്തെ കണ്ണൂരിൽ തന്നെ, കണ്ണൂരിൽ ലോക്സഭയിലേക്ക് അദ്ദേഹത്തെ എന്തിനാണോ മത്സരിപ്പിച്ചത്, അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരിൻ്റെ ചുമതല നൽകി അവിടെ കെട്ടിയിടാനാണ് ഇപ്പോൾ VD സതീശനും KC വേണുഗോപാലും തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു ശല്യമായി, ഇവർക്ക് ശല്യമായി മാറാൻ ഇടയുള്ള രമേശ് ചെന്നിത്തലയെ അങ്ങ് കോഴിക്കോടേക്കും പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നർത്ഥം. അവിടെ ജയിപ്പിച്ചു വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊച്ചിയുടെ ചുമതല VD സതീശൻ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തട്ടകമാണ് കൊച്ചി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായി ഇടപെടാൻ കഴിയുന്ന സ്ഥലവും കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൊച്ചി ഏറ്റെടുക്കുകയും ചെയ്തത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രമേശ് ചെന്നിത്തലയെ ഒതുക്കാനാണ് ഈ തീരുമാനം എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ വിഭാഗവും ഈ തീരുമാനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്നാണ് VD സതീശൻ്റെ തീരുമാനം. ഹൈക്കമാൻഡിലൂടെ നടപ്പാക്കുകയാണ് ചെയ്തത് എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വന്ന വാർത്ത ഇതാണ്. അതോടൊപ്പം തന്നെ 2026 എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഈ ക്യാമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.